Dear students, ഈ സെഷനിൽ നമുക്ക് 8051 മൈക്രോകൺട്രോളറിൻ്റെ രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. The prime function of a microcontroller or a microprocessor is to do programs. Program എന്ന് വെച്ചാൽ എന്താണ്? സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഈ ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുന്നത് എന്തിലാണ്? ഡേറ്റയിലാണ് ഈ ഇൻസ്ട്രക്ഷൻസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രോസസ്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഒരു 5 എന്ന് പറയുന്ന നമ്പറും 6 എന്ന് പറയുന്ന നമ്പറും കൂടി ആഡ് ചെയ്യണം എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ പ്രോസസ്സർ അല്ലെങ്കിൽ മൈക്രോ കൺട്രോളേഴ്സിലൊക്കെ ഈ അഡീഷൻ പ്രോസസ്സ് നടക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ ഡേറ്റ മാനിപ്പുലേഷൻ പ്രോസസ്സും നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ 2 ഡേറ്റാസ് ഉണ്ട്. ഈ 2 ഡേറ്റാസിനെയും ടെമ്പററി ആയിട്ട് ഇതിനകത്ത് രജിസ്റ്റേഴ്സിനകത്തേക്ക് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ഈ രജിസ്റ്റേഴ്സിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടുത്തെ ഫംഗ്ഷൻ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി പ്രോഗ്രാമിംഗ് പഠിക്കുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. അപ്പോൾ രജിസ്റ്റേഴ്സ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ടെമ്പററി ആയിട്ട് ഡേറ്റാസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. Registers are used to store information temporarily. While the information could be a byte of data to be processed or an address pointing to the data to be fetched. ടെമ്പററി ആയിട്ട് ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്ന മെമ്മറിയാണ് രജിസ്റ്റർ. 8051 മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഒരു 8-bit മൈക്രോ കൺട്രോളറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെജോറിറ്റി ഓഫ് രജിസ്റ്റേഴ്സും 8-bit രജിസ്റ്റേഴ്സാണ്. ഈ രജിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 8051 മൈക്രോ കൺട്രോളർ 8-bit മൈക്രോ കൺട്രോളർ ആണെന്ന്. അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? അറ്റ് എ ടൈം 8051 മൈക്രോ കൺട്രോളറിന് 8 bit ഓഫ് ഡേറ്റ, ദാറ്റ് ഈസ് 1 byte ഓഫ് ഡേറ്റയെ മാത്രമേ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ALUവിൻ്റെ സൈസ് എത്രയാണ്? 8 bit ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റാബേസിൻ്റെ സൈസ് എന്താണ്? 8 bit ആണ്. അതുകൊണ്ടൊക്കെയാണ് ഇതിനെ നമ്മൾ 8-bit മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇതിനകത്തുള്ള രജിസ്റ്റേഴ്സ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, ദാറ്റ് ഈസ് എ ബൈറ്റ് ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്തിനാണ്? ഒരു ഡേറ്റയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഡേറ്റ ഇരിക്കുന്ന മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ രജിസ്റ്ററിനെ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടും രജിസ്റ്ററിനെ യൂസ് ചെയ്യും. അപ്പോൾ രജിസ്റ്ററിനകത്തുള്ള ഇൻഫർമേഷൻ ഒന്നുകിൽ എ ബൈറ്റ് ഓഫ് ഡേറ്റ ആകാം, അല്ലെങ്കിൽ ആൻ അഡ്രസ്സ് ആകാം. ഓക്കെ, ഇവിടെ നമ്മൾ പറഞ്ഞതാണ് മെജോറിറ്റി ഓഫ് 8051 രജിസ്റ്റേഴ്സ് 8-bit രജിസ്റ്റേഴ്സ് ആണ്. ഇവിടെ ഒരു ഡേറ്റ ടൈപ്പ് മാത്രമേ ഉള്ളൂ. 8-bit ആണ് ഡേറ്റ ടൈപ്പ്. അതുകൊണ്ട് തന്നെ മോർ ദാൻ 8 bits വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ 8 bits ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇത് ഒരു 8-bit രജിസ്റ്ററിൻ്റെ സ്ട്രക്ചറാണ്. D0 തൊട്ട് D7 വരെ, ദാറ്റ് ഈസ് 8 bit ആണല്ലോ. അതിനെ ഇവിടെ D0 to D7 എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ D0യെ നമ്മൾ പറയുന്നത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് പറയും, LSB. അതുപോലെ തന്നെ D7 എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ദാറ്റ് ഈസ് MSB. ദെൻ നമ്മൾ പറഞ്ഞു 8 bit ലാർജറായിട്ടുള്ള ഒരു ഡേറ്റ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ 8 bit ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രോസസ്സ് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അതിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം എന്താണ്? മൈക്രോ കൺട്രോളർ 8051 എന്ന് പറയുന്നത് ഒരു 8-bit പ്രോസസ്സർ, 8-bit കൺട്രോളറാണ്. ദാറ്റ് ഈസ് അറ്റ് എ ടൈം അതിന് 8 bits ഓഫ് ഡേറ്റ മാത്രമേ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് 8051 മൈക്രോ കൺട്രോളറിൽ കൂടുതലായിട്ട് യൂസ് ചെയ്ത രജിസ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റർ എന്ന് പറയുന്നത് അക്യൂമുലേറ്റർ ആണ്. അതിനെ A എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അക്യൂമുലേറ്റർ എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ 8051 മൈക്രോ കൺട്രോളറിൽ അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് നടക്കുമ്പോൾ ഉണ്ടാകുന്ന റിസൾട്ട്, ആ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ടാണ് നമ്മൾ A രജിസ്റ്ററിനെ യൂസ് ചെയ്യുന്നത്. അവിടെ റിസൾട്ട് അക്യൂമുലേറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു പേര് വെച്ചിട്ടാണ് ഇവിടെ അക്യൂമുലേറ്റർ എന്ന് നെയിം ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അക്യൂമുലേറ്ററിനോടൊപ്പം തന്നെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു രജിസ്റ്ററാണ് B രജിസ്റ്റർ. ആ B എന്ന് കൊടുത്തിരിക്കുന്ന ആൽഫബറ്റിക്കൽ ഓർഡറിലായതുകൊണ്ടാണ് B എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ A രജിസ്റ്ററും B രജിസ്റ്ററും എല്ലാം 8-bit രജിസ്റ്റേഴ്സ് ആണ്. ഈ A രജിസ്റ്ററിൽ റിസൾട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ അതിൽ ഫില്ല് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യാനായിട്ടാണ് B രജിസ്റ്റർ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മോർ ദാൻ 8-bit ആണ് റിസൾട്ട് എങ്കിൽ ആ 8-bit ഡേറ്റ ഇവിടെ സ്റ്റോർ ചെയ്യും. പിന്നെ അധികമുള്ള ഡേറ്റ ഉണ്ടല്ലോ, അതായിരിക്കും B രജിസ്റ്ററിലേക്ക് പോകും. അപ്പോൾ A രജിസ്റ്ററും B രജിസ്റ്ററും നമ്മൾ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ്. പിന്നെയുള്ളത് ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 8 എണ്ണം ഉണ്ട്. R0 തൊട്ട് R7 വരെയുള്ള 8 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ഉണ്ട് ഇതിൽ.
ശരിക്കും 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ്. അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അടുത്ത സെഷനിൽ നമുക്ക് ഇന്റേണൽ റാമിൻ്റെ ഓർഗനൈസേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. കാരണം നമുക്ക് രജിസ്റ്ററിനെ നെയിം ചെയ്തിരിക്കുന്നത് R0 to R7 ഉള്ളൂ. ഇങ്ങനെ R0 to R7 എന്നുള്ള രജിസ്റ്റേഴ്സ് 8 എണ്ണം വീതം 4 സെറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ടാണ് 32 എന്ന് പറയുന്നത്. എന്നാൽ 4 R0 ഉണ്ട്, 4 R1 ഉണ്ട്, 4 R2 ഉണ്ട്, അങ്ങനെ R7 വരെയുള്ള എല്ലാ രജിസ്റ്റേഴ്സും 4 എണ്ണം വീതം ഉണ്ട്. അതുകൊണ്ടാണ് മൊത്തത്തിൽ എത്ര 8 4s 32 അല്ലേ? അങ്ങനെ മൊത്തത്തിൽ 32 രജിസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ എങ്ങനെ പറയുന്നുള്ളൂ? R0 തൊട്ട് R7 വരെയുള്ള രജിസ്റ്റേഴ്സ് ഉണ്ടെന്നേ പറയുള്ളൂ. കാര്യം ഒരു സമയം നമുക്ക് ഒരു R0 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ ഒരു സമയം ഒരു R1 മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചില ഈ രജിസ്റ്റേഴ്സിൽ ഒരു സമയം ഒരേ പേരുള്ള ഒരു രജിസ്റ്ററിനെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ദെൻ പിന്നെയുള്ള ഇമ്പോർട്ടൻറ്റ് രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് DPTR, ദാറ്റ് ഈസ് ഡേറ്റ പോയിന്ററും പിന്നെ പ്രോഗ്രാം കൗണ്ടർ PC ആണ്. ഇത് രണ്ടും പോയിന്റർ രജിസ്റ്റേഴ്സ് ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ആദ്യം തന്നെ ഈ രജിസ്റ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഒരു ഡേറ്റ സ്റ്റോർ ചെയ്യാൻ, ഡേറ്റ ബൈറ്റ് സ്റ്റോർ ചെയ്യാൻ, അല്ലെങ്കിൽ എന്താണ് ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ, ഡേറ്റയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യാൻ അല്ലേ? അപ്പോൾ ആ മെമ്മറി അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് ഈ ഡേറ്റ പോയിന്ററും പ്രോഗ്രാം കൗണ്ടറും. മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത് എന്താണ് 16 ബിറ്റ് ആണ്. 16 ബിറ്റ് അഡ്രസ്സാണ് 8051 മൈക്രോ കൺട്രോളറിലെ മെമ്മറി അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇന്റേണൽ മെമ്മറിയുടെ അഡ്രസ്സ് അല്ല, എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ്സ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക. നമുക്ക് 8051 മൈക്രോ കൺട്രോളറിന് 2 ടൈപ്പ് മെമ്മറി ഉണ്ട്, ഇന്റേണലും എക്സ്റ്റേണലും. ഏതൊക്കെയാണ്? റാം ഉണ്ട്, റോം ഉണ്ട് അല്ലേ? റാം എന്ന് പറയുന്നത് എന്താണ്? ഡേറ്റ മെമ്മറിയാണ്. റോം എന്ന് പറയുന്നത് എന്താണ്? പ്രോഗ്രാം മെമ്മറിയാണ് അല്ലേ? അല്ലെങ്കിൽ കോഡ് മെമ്മറി എന്ന് പറയും. അപ്പോൾ ഈ ഡേറ്റ മെമ്മറിയായ റാമിനെ പോയിന്റ് ചെയ്യുന്ന വെച്ചാൽ റാമിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ് ഏത്? ഡേറ്റ പോയിന്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പ്രോഗ്രാം മെമ്മറിയായ റോമിൻ്റെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന രജിസ്റ്ററാണ് പ്രോഗ്രാം കൗണ്ടർ. അതാണ് ഡിഫറൻസ് എന്ന് പറയുന്നത്. ചില ഡേറ്റ മെമ്മറിയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഡേറ്റ മെമ്മറിയെ പോയിന്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ന ഏതെങ്കിലും ഒരു അഡ്രസ്സ് പറഞ്ഞിട്ട് ആ അഡ്രസ്സിൽ ഡേറ്റ എടുക്കണം എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് എന്ത് വേണം? ആ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യണം. ഇതാണ് അഡ്രസ്സ് എന്ന് പോയിന്റ് ചെയ്ത് കാണിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ അവിടെ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കാൻ, നമുക്കല്ല പ്രോസസ്സറിന് ഡേറ്റ എടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്നതായതുകൊണ്ടാണ് ഇതിനെ എന്ത് പറയുന്നത്? ഡേറ്റ പോയിന്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഡേറ്റ മെമ്മറിയുടെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്നതാണ് ഡേറ്റ പോയിന്റർ. അതുപോലെ പ്രോഗ്രാം മെമ്മറിയുടെ അഡ്രസ്സിനെ പോയിന്റ് ചെയ്യുന്നതാണ് പ്രോഗ്രാം കൗണ്ടർ. ഓക്കെ, അപ്പോൾ ഡേറ്റ പോയിന്റർ, പ്രോഗ്രാം കൗണ്ടർ എന്നൊക്കെ പറയുന്നത് എന്താണ്? 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ബാക്കി നമ്മൾ പറഞ്ഞ അക്യൂമുലേറ്റർ, ബി രജിസ്റ്റർ, അതുപോലെ തന്നെ R0 to R7 വരെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ഇതെല്ലാം എന്താണ്? 8 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. ബട്ട് ഇവിടെ DPTRും പ്രോഗ്രാം കൗണ്ടറും ഇത്രയാണ് 16 ബിറ്റ് രജിസ്റ്റേഴ്സ് ആണ്. DPTRനെ നമുക്ക് വേണമെങ്കിൽ 2 8 ബിറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ അതിൻ്റെ ലോ പാർട്ട്, ഹൈ പാർട്ട് എന്നാണ് പറയാം. അപ്പോൾ മൊത്തം 16 ബിറ്റ് ആണല്ലോ. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് വരിക? 8 ബിറ്റ് ചെയ്തു അല്ലേ? അപ്പോൾ ലോ പാർട്ട് എന്ന് പറയുമ്പോൾ 0 to 7, ഹൈ പാർട്ട് എന്ന് പറയുമ്പോൾ 8 to 15. അപ്പോൾ അതിൻ്റെ ലോവർ പാർട്ടിനെ നമ്മൾ ഡേറ്റ പോയിന്റർ ലോ, ദാറ്റ് ഈസ് DPL എന്നും ഹൈ പാർട്ടിനെ DPH എന്നും പറയും. ഇതിൻ്റെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് പറയുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ R0 തൊട്ട് R7 വരെയുള്ള 4 സെറ്റ് രജിസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് 32 ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആണ് 8051 മൈക്രോ കൺട്രോളറിനുള്ളത്. അപ്പോൾ ഈ 2 രജിസ്റ്ററോ, ഇത് രണ്ടും ALUവിൽ ഫംഗ്ഷൻ ചെയ്യുന്ന രജിസ്റ്റേഴ്സ് ആണ്. ഇതിനെ ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സിൻ്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വർക്ക് ചെയ്യാനായിട്ട്, എല്ലാ പർപ്പസസിനെ യൂസ് ചെയ്യുന്നത് കൊണ്ട്. പക്ഷേ ഇത് ആക്ച്വലി എന്താണ്? സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സിൻ്റെ കൂടെ ഉൾപ്പെടുന്നതാണ്. അത് നമ്മൾ ഇനി ജനറൽ പർപ്പസ് സെറ്റും സ്പെഷ്യൽ ഫംഗ്ഷൻ രജിസ്റ്റേഴ്സും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന രജിസ്റ്റേഴ്സ്? A രജിസ്റ്റർ, B രജിസ്റ്റർ, R0 to R7 വരെയുള്ള ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, ദെൻ ഡേറ്റ പോയിന്റർ ആൻഡ് പ്രോഗ്രാം കൗണ്ടർ. ഇത്രയും രജിസ്റ്റേഴ്സിൻ്റെ കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ഈ രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. 8051 പ്രോഗ്രാം എഴുതുന്നതൊക്കെ ഈ രജിസ്റ്റേഴ്സിനെ യൂസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇന്റേണൽ
മെമ്മറിയുടെ സ്ട്രക്ചർ പഠിക്കാം, അതിൻ്റെ ഓർഗനൈസേഷൻ പഠിക്കാം. താങ്ക് യു.